ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാവയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവയ്ക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ അധികം ബർത്ത്ഡേ ആയിരുന്നു. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് വരുന്നത് 26/5/2024 അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് ഓഫ് ബർത്തിന് തന്നെ അവൻ്റെ നാൾ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഡേറ്റ് ഓഫ് ബർത്തിന് അവനൊരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്, ഫസ്റ്റ് നമ്മൾ ഈ കാണുന്നതിൻ്റെ ഈ കേക്ക്. അപ്പോൾ ഇവിടുത്തെ ഏത് ഫ്ലേവർ മേടിക്കണമെന്നായിരുന്നു നമുക്ക് ഡിസ്കഷൻ. അപ്പോൾ കുട്ടിയെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് മാംഗോൻ്റെ ഫ്ലേവർ. അപ്പോൾ നമ്മൾ മാംഗോ തന്നെ മേടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളത് മേടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് കേട്ടോ കട്ട് ചെയ്താൽ ചേട്ടന് ജോലി ഉണ്ടായിരുന്നപ്പോൾ വൈകുന്നേരം കേക്ക് മേടിച്ചിട്ട് വന്നിട്ടാണ് കട്ട് ചെയ്തത്. കാലത്തൊന്നും നമ്മൾ ചെയ്തില്ല, കാരണം അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ വാവ ഉറങ്ങായിരുന്നു കാലത്തെ സമയത്ത്. അവനെ എണീപ്പിച്ച് കുളിപ്പിച്ച് കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളതൊരു വെറുതെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടല്ല എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വൈകിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇതേ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് അപ്പോൾ വാവയ്ക്ക് കത്തി വേണം. അപ്പോൾ നമ്മൾ കത്തി ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കത്തിയാണ്, അത് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് കൊടുത്തപ്പോൾ അവനത് മുറിക്കണം. അവനതിൽ കൈയിട്ട് ഇളക്കാനും അത് വെച്ച് തേക്കാനും ഒക്കെ ഭയങ്കര ഒരു ഇതായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യട്ടെ, അവൻ്റെ ഇഷ്ടമല്ലേ, നമുക്കത് സാധിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്തു കേട്ടോ. അപ്പോൾ അവൻ്റെ അതിലൊക്കെ കൈയിട്ട് മുക്കി ഇതൊക്കെ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് അച്ഛന് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ ലോകത്താണ്. അപ്പോൾ അത് അച്ഛൻ മേടിച്ചിട്ടെന്ന ഗിഫ്റ്റ് കണ്ടിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, 2 ആമന്, ഒരു ആമ ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. പിന്നെ അച്ഛൻ അന്നത്തെ ദിവസം കുട്ടിക്ക് വേണ്ടി മേടിച്ചിട്ട് വന്ന ആമക്കുട്ടിയാണ് സൈഡിലിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതേ 2 കയ്യിലും കേക്കൊക്കെ ആക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു മതി ഇനി നാശാക്കണ്ട, നമുക്ക് കഴിക്കാമല്ലോ എന്ന് അങ്ങനെ എടുക്കുമ്പോഴേക്കും പുള്ളി അതൊക്കെ മുഖത്തൊക്കെ വെച്ച് തേക്കണ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഉണ്ണിതേ മുടുക്കനായിട്ടുണ്ട് കേട്ടോ. കണ്ണിലും മുഖത്തൊക്കെ വെച്ച് തേച്ചിട്ടുണ്ട്. ഇതിന് എല്ലാവരും മേത്ത് തേക്കാനുള്ളൊരു പങ്കപ്പാടിലാണ്. അപ്പോഴേക്കും കൊണ്ടുപോയി കഴുകണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രൈഡേ ആയിരുന്നു കേട്ടോ വാവയുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അച്ഛനും അമ്മയും മോനും കൂടിയിട്ട് അമ്പലത്തിൽ പോയ പിക്കാണ് കേട്ടോ ഈ കാണുന്നത്. അത് എൻ്റെ വീട്ടിൽ വരുമ്പോഴേക്കും അമ്മ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉണ്ണിക്ക് അവിടെ വീട്ടിൽ സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ കഴിക്കണമെന്നില്ല, വെറുതെ കൈയിട്ട് ഇളക്കി കളയാ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 2 ഇല കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഗണപതിക്കും ഒരെണ്ണം വാവയ്ക്കും, അങ്ങനെ കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഇല വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ സൺഡേ ആയിരുന്നിട്ട് നമ്മൾ സെലിബ്രേഷനായിട്ട് ആഘോഷിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ എൻ്റെ തലേദിവസം ശനിയാഴ്ച വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ സൈഡിലൊക്കെ മറ്റേ കർട്ടനൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേജ് പോലെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഊഞ്ഞാലും ബലൂൺ കെട്ടി അതിൻ്റെ ഫ്ലെക്സ് കെട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ കസേരയും മേശയൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. നമ്മുടെ ഡോർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതേ ചേട്ടൻ ഉണ്ണീനെ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കണ സമയത്താണ് ഇവിടെ എടുത്തത്. കുഞ്ഞിനെ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്, ഫോൺ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് തലേദിവസത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കാലത്ത് തന്നെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചാലക്കുടിയിലായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചാലക്കുടിയിൽ പോയി വാങ്ങിക്കണം, അവർക്ക് കുറേ ഓർഡർ ഉള്ളതുകൊണ്ട് കൊണ്ടുതരാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ പോണ വഴിക്കാണെങ്കിൽ ഭയങ്കര ബ്ലോക്കും കുണ്ടും കുഴിയാണ് കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടനും കൂടിയിട്ടാണ് അത് എടുക്കാൻ പോയത്. അപ്പോൾ പെട്ടെന്നുള്ള ഡിസിഷനായിരുന്നു 2 നല്ല കേക്ക് വേണമെന്നുള്ളത്. വെച്ചാൽ നമ്മൾ നോർമൽ കേക്കായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ചാച്ചൻ്റെ ആഗ്രഹപ്രകാരം 2 നല്ല കേക്ക് ആക്കിയത്. അപ്പോൾ കാലത്തെടുക്കാൻ ഞാനും ചേട്ടനും തന്നെ പോയി വരുമ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരും തിരക്കൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ പിന്നെ വേഗം പോയി കുളിക്കൽ, പിന്നെ സെലിബ്രേഷനിൽ പങ്കെടുക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സെലിബ്രേഷൻ്റെ അന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോനോട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ ആകെ കൊളാക്കി തന്ന വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെലിബ്രേഷൻ ലുക്കും. അതിൻ്റെ സ്റ്റേജ് നമ്മൾ ഉദ്ദേശിച്ചത് ബലൂൺ ഇട്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു സെറ്റും മുണ്ടും ബ്ലൗസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചേട്ടന് ജീൻസും ഒരു ഷർട്ടാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വേറെ സെലിബ്രേഷൻ ചെയ്യാനായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പോൾ നമ്മളിത് ഗിഫ്റ്റാണ് കേട്ടോ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയധികം ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളിനി ഓപ്പൺ കാണിക്കണേ. ഹലോ ഗൈസ്, നമുക്ക് പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിയുടെ ബർത്ത്ഡേക്ക് കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഉണ്ണി കൂടിയുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഉണ്ണീനെ ആദ്യം കാണാം. വാവാ ഹായ് പറയ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെഡിയാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് ആദ്യം നമ്മൾ കാണിക്കുന്ന ഒരു ഗിഫ്റ്റ്. ഇത് ഭയങ്കര ഇഷ്ടമായിട്ട്, ഭയങ്കര ക്യൂട്ടായിട്ട് സോഫ്റ്റ്. അറിയാമല്ലോ എല്ലാവർക്കും ടെഡീനെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ നല്ല കളറാണ്. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയും വയ്ക്കും, പൊടിയാവും, കളറ് ഷെയ്ഡ് മങ്ങും. അപ്പോൾ ഒരു ഭംഗി കുറവൊക്കെ ഇത് ചെയ്യും.
ഇത് മറ്റേ കടയിലൊക്കെ ഇരിക്കുന്നത് കാണാൻ എന്ത് രസം, എന്ത് ഭംഗിയാണ്. നമ്മൾക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഷോ പീസായിട്ട് എടുത്ത് വെക്കേണ്ടി വരും. ഇവന് അതിനെ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇവൻ ഇതുവരെ ഇതൊന്നും എടുത്ത് കളിക്കണ കണ്ടിട്ടില്ല. പിന്നെ കളിക്കേണ്ട പ്രായമായി വരുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നേ. ഇപ്പോൾ 1 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ആവണേ ഉണ്ടാവുള്ളായിരിക്കില്ലേ അല്ലേ, എനിക്കറിയില്ല. പിന്നെ ഇവനത് കൊടുക്കാനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഈ കണ്ണ് സാധനങ്ങളൊക്കെ അവൻ കടിക്കും. ഒരു കുഞ്ഞൊരു ടോയ് ഉണ്ടായിരുന്നു, അതിൻ്റെ കടിച്ച് ഇങ്ങനെ എടുക്കലാണ് അവൻ്റെ പരിപാടി. അപ്പോൾ നമ്മൾക്കത് കൊടുക്കാനും ഭയങ്കര പേടിയും കൂടി ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം. നമ്മൾ അടുത്തങ്ങനെ ഇരിക്കണമെങ്കിൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഗിഫ്റ്റ് ഇതാണ്. രണ്ടാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ടോയ് തന്നെയാണ്. ഇതും അതിൻ്റെ ചെറിയൊരു സാധനം. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അത് വെച്ചാൽ നല്ല കളേഴ്സാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡ്, അതായത് ലൈറ്റ് റോസ് ഷെയ്ഡ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന് ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളിലൊന്നാണ് ടെഡി. അത് വാവയ്ക്ക് കിട്ടി, നമുക്കൊന്നും കിട്ടിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, അത് വേറെ കാര്യം. പിന്നെ വേറൊരു ഗിഫ്റ്റ് ഇതായത്. ഇതും ഒരു ടെഡിയാണ്, ക്യാപ്പൊക്കെ ഉള്ളത്. ഇതൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറുമ്പ് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. ആ റിമോട്ട് കാറിൻ്റെ കമ്പി അതിൻ്റെ സിഗ്നൽ ഇന്ന് പോകുന്ന തോന്നുന്നത്. മിക്കവാറും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നാശാക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ തുമ്പിക്കയ്യനാണേ. ചേലുണ്ട് ചേറ്റുമുറം ചേവയുണ്ട്, 4 കൽ തൂണുണ്ട്, ചൂലു പോൽ വാലുണ്ട്, കുട്ടനാണേ തുമ്പിക്കയ്യനാണേ, കേമനാണേ തുമ്പിക്കയ്യനാണേ, കാട്ടിലെ കൊമ്പൻ. ആക്ച്വലി ഞാനിതൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളൊരു വീഡിയോ ഒക്കെയാണ്. അപ്പോൾ ആ പാട്ടൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറുതായിട്ട് വെച്ച് കൊടുക്കും. പക്ഷേ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത് എന്നാണ്. പക്ഷേ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് മൊബൈലൊക്കെ കാണിക്കാറുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതിൽ വെച്ച് കൊടുക്കുന്നൊരു പാട്ടാണിത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നു. നല്ല രസമുണ്ട് കേട്ടോ. ആന. പിന്നെ വേറൊരു ആന ഇവിടെ ഉണ്ടായിരുന്നു. അത് ഗിഫ്റ്റ് കിട്ടിയതൊന്നുമല്ല, ഒരു അത് ഞാൻ മേടിച്ചത്. ആന എന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് കണ്ട. ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങനെയാണ്. ഞങ്ങൾ നിങ്ങളുടെ ഉത്സവത്തിന് പോയപ്പോൾ മേടിച്ചതാണ് ഇത്. കട്ടിൽ മൊത്തം ഇവൻ്റെ ടോയ്കളാണ് കേട്ടോ. താഴെ ഒരു ബക്കറ്റിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ബക്കറ്റിൽ വെക്കാൻ പറ്റാത്ത ഐറ്റംസുകൾ വേറെ ഉണ്ട്. അച്ചാച്ചനൊരു ആട്ട് കസേര മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാരണ നോർമൽ ഇരിക്കുന്ന കസേര മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വോക്കറുണ്ട്, പിന്നെ ഒരു കുതിരയുണ്ട്. അത് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് താഴെ വീഡിയോയിൽ പിന്നെ കാണിക്കാം കേട്ടോ. അതായത് ഇത് എടുത്തൊക്കെ കഴിഞ്ഞിട്ട് താഴെ പോയിട്ട് വീഡിയോയിൽ വേറെ കാണിക്കാം. അപ്പോൾ ഒരു ഗിഫ്റ്റ് ആന ഇതാണ്. പിന്നെ ഇത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ടോയ് ആണ്, കളിക്കണ സാധനമാണ്. പക്ഷേ എനിക്ക് പേരൊന്നും അറിയില്ല. ഒരു ടോയ് ഗിഫ്റ്റ് കിട്ടിയതാണ്. പക്ഷേ ഇതും മറ്റേ പഞ്ഞി പോലെ സ്പോഞ്ചാണ്. ഇവനിങ്ങനെ എടുത്ത് കളിക്കാം. പക്ഷേ ഇതിന് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കളിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പേടിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ അതേപോലെ പൂടകളൊന്നുമില്ല, കണ്ണും മൂക്കൊന്നുമില്ല. കുട്ടി സേഫ് ആയിരുന്നിട്ട് വലിക്കുക പിടിക്കുക എന്താ വെച്ചാൽ കളിക്കാനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഓക്കെയുള്ളൊരു ടോയ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അടിപൊളിയല്ലേ? അത് വായിലിടല്ലേ മോനെ, എനിക്കേണ്ട. ആമ കുഞ്ഞനോ തൊട്ട് തലോടിക്കൊണ്ട് കാറ്റില്ലേ നൊമ്പരം വാഴ്ത്തിടുമോ, ആകാശദിക്കിലെല്ലാം കുഞ്ഞിളം ഭാവി കഥ കേട്ട് മെല്ലെ മിഴിക്കൂട്ട് മാറിൽ ചൂടിൽ. അപ്പം ഇത് ആമ. ഇത് ചേട്ടൻ, അതായത് ഇത് തന്നത് ഒരു ഇവിടെ അറിയണ ഒരു ആളാണ്. ഗിഫ്റ്റ് കിട്ടിയിട്ടിട്ടത് നല്ല രസമുണ്ട്. ഇതിങ്ങനെ നിലത്തൂടെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകണം. ഇവനെ വലിച്ചു പോകാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ടോന്നും ചെയ്യാനും തോന്നുന്നില്ല. ഞാനൊക്കെയാണെങ്കിൽ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. നാശാവുന്ന സാധനങ്ങൾ നാശമായിക്കോട്ടെ എന്ന് പറയും ഞാൻ. പക്ഷേ നിൽക്കുന്ന സാധനങ്ങൾ, നിലനിൽക്കുന്ന സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിലനിന്നോട്ടെ. അത് വെച്ച് ഒരുപാട് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ്. എനിക്കത് എടുത്ത് എൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ നാൾ എടുത്തൊക്കെ വയ്ക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം
ഇതൊരു ടോയ്, ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതേ തന്നെ സെയിം നമുക്ക് ഇവിടെ ഉണ്ട്. ചേട്ടൻ ബാവയുടെ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് കുട്ടിയുടെ അച്ഛൻ മേടിച്ചു കൊടുത്തതാണ് ആ ഒരു ഗിഫ്റ്റ്. അപ്പോൾ ഇത് ഓൾറെഡി ഒരെണ്ണോടുകൂടി ഉണ്ട്. അതിന് 2 എണ്ണം കിട്ടി നമുക്കപ്പോൾ. അപ്പോൾ അതിലൊരു സന്തോഷം. പിന്നെ ഇത് വേറൊരു ടോയ് രസം. ഇത് വലിച്ചുകൊണ്ട് നടക്കണം തന്നെ. ഇവന് വലിച്ചിട്ട് നടക്കാറായിട്ടില്ല. ഇവന് വേണ്ട എന്താ, അടുക്കളയിൽ വരിക, വലിപ്പ് തുറക്കുക, പാത്രങ്ങൾ ഇടുക, സ്പൂൺ എടുക്കുക, നിലത്തിടുക, കളിക്കുക, എന്നിട്ട് എടുക്കാൻ വാശി പിടിക്കുക, അങ്ങനെ കിച്ചണിൽ പോയി കത്തി എടുക്കുക. അതൊക്കെയാണ് ഇവൻ്റെ ആവശ്യങ്ങൾ, അവന് വേണ്ടത്. പിന്നെ ദേ ഈ കളിപ്പാട്ടം നമുക്കത് ഇത് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളിലൊന്നാണ്. ഇത് ആക്ച്വലി സംസാരിക്കുന്ന ഒരു സാധനമാണ്. ഇതറിയാലോ അല്ലേ നിങ്ങൾക്ക്. ഇതിങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇവിടെ ഒരു ദേ ഹലോ ഹലോ മാമി ഇവിടെ ഇരുന്ന് നോക്കേണ്ട ഡിസൈൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇത്. അതായത് നമ്മൾ പറഞ്ഞത് തിരിച്ച് പറയും. ഇപ്പോൾ ഇവനത് ആദ്യം ഇവിടെ ചേട്ടൻ്റെ സിസ്റ്റർ ഗൾഫിൽ നിന്ന് കൊടുത്തായിരുന്നു. പക്ഷേ അതിന് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റിലൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ അലമ്പില്ലാണ്ട് പുള്ളി എടുക്കണം, തട്ടണം, പിടിക്കണമൊക്കെ ഉണ്ട്. ഇനി എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. അടുത്തതെന്ന് പറയണത് ഒരു റിമോട്ട് കാറാണ്. ഇതാണ് കേട്ടോ. അതിൻ്റെ ഈ കമ്പിയാണ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇതൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വായിൽ കുത്തി കയറുമ്പോൾ ഭയങ്കര പേടിയാണേ. പക്ഷേ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കളിച്ചില്ലെങ്കിലും കൊച്ചിൻ്റെ അച്ഛൻ നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. ഇത് ഇവിടെ ഇതിൻ്റെ താഴെ ബാറ്ററി ഇട്ടിട്ട് ഇത് ഓണാക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഫ്രണ്ടും പോവും, ഇതിങ്ങനെ ബാക്കും വരും. അത് അങ്ങനത്തെ ടോയ് ഉണ്ട്. ഇതിന് ലൈറ്റൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. നല്ല ടോയാണ്. പക്ഷേ മോന് വേണ്ടെങ്കിലും മോൻ്റെ അച്ഛൻ കളിക്കുന്നുണ്ട് കേട്ടോ. സാധനത്തിന് ഉപയോഗമുണ്ട് വീട്ടിലേതായാലും. അപ്പോൾ ഇതൊരു കളിപ്പാട്ടം. പിന്നെ വേറൊരു കുഞ്ഞി ടോയ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഇങ്ങനത്തെ കാറുകൾ നമ്മളിങ്ങനെ കുറേ ശേഖരിച്ചൊക്കെ വയ്ക്കില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ കാറുകൾ. അങ്ങനെ അപ്പോൾ ഞാൻ പോകുമ്പോൾ ചെറിയ പൈസ തരുന്ന കാറുകളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ മേടിച്ച് ഞാൻ ഇന്നലെ കൂടി പുറത്ത് പോയപ്പോൾ ഒരു ജീപ്പ് മേടിച്ചു. അപ്പോൾ ഇതൊരു ടോയ്, ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആരെ കൊടുത്തതെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. ആരായാലും പറയണില്ലേ നമ്മൾ. ഇതിന് ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഇരുമ്പാന്നുണ്ട്, ഇരുമ്പിൻ്റെയാണ്, ഇത്തിരി സ്ട്രോങ് ഉണ്ട്. നല്ല ടോയാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം വേറൊരു ടോയും കൂടി ഉണ്ടായിരുന്നു. അത് മിസ്സിങ് ആണ്. അത് എവിടെയോ ആണെന്ന് അറിയില്ല. ഇനി അതിൻ്റെ അച്ചടുത്ത് കളിച്ചാൽ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ അതൊരു ഗിഫ്റ്റും കൂടി. പിന്നെ വേറൊരു ഗിഫ്റ്റ്, ഇതും റിമോട്ട് തന്നെയാണ്. അതായത് ബാറ്ററി ഇട്ടിട്ട് ഇതിലിങ്ങനെ ഓണാ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തോക്കിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഞെക്കണം. കണ്ടോ, ലൈറ്റൊന്നുമില്ല. ഇതിനിങ്ങനെ റിവേഴ്സ് ഇതിനൊപ്പം ഇത് തിരിക്കും വേണം. അപ്പോൾ റിവേഴ്സ് പോവും, ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെ പോവും. സാധനം കാർ ഓടിക്കണോണായിട്ട് പോവും ഈ സാധനം. അപ്പോൾ ഇതാണ് ഒരു ടോയ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിട്ട് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ണിവാവേൻ്റെ ഇച്ചിരി കുറുമ്പ് കുറവായത് കാരണം കട്ടിലിൽ താഴെ വീഴരുതല്ലോ, നമ്മൾ രണ്ടും കൂടി ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതും കൂടി നോക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ടോയ്. അപ്പം ഇനി ഇവന് കുറച്ച് ഡ്രസ്സ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സുകളുടെ ഒരു ചെറിയൊരു പിക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. പിക്കല്ല, ഒരു ചെറിയൊരു ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സൊക്കെ കഴിക്കുന്നത് വീഡിയോ എടുത്താണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അന്ന് കുറേ റിലേറ്റീവ്സും ഫ്രണ്ട്സും കസിൻസൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്, നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും വൈകുന്നേരം ഫുഡ് കഴിക്കാനുള്ള രീതിയിലിരിക്കുന്ന സമയത്ത് നമ്മൾ കിട്ടിയ ഗിഫ്റ്റൊക്കെ പൊളിക്കാമെന്ന് വെച്ചിട്ട് എല്ലാവരും കൂടിയപ്പോൾ നമ്മളൊക്കെ അവിടെ ഓപ്പൺ ചെയ്തപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത്തെ അവരെ കാണിക്കേണ്ട ഒരു ഇതില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. പിന്നെ നമ്മൾ ആ നേരത്തെ ഇതൊക്കെ ലൈറ്റും ക്യാമറ ഒക്കെ കൊണ്ട് വെച്ച് ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാക്കണ്ടല്ലോ. നമ്മൾ നല്ലൊരു ദിവസം മോശമാക്കണ്ടല്ലോ വെച്ചിട്ട് പിന്നെ നമ്മൾ എടുത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാവന് അച്ചാച്ചനൊരു വലിയ അമണ്ടം കാച്ചി BMW കൊടുത്തിട്ടുണ്ട്. അതായത് ആക്ച്വലി ഒരു വലിയൊരു ജീപ്പ്, നമ്മൾ റോട്ടിലൊക്കെ ഓടിക്കൂല്ലേ, നമ്മൾ വലിയ ആൾക്കാർ ജീപ്പിൽ നാലാളൊക്കെ പോകാം, അങ്ങനത്തെ ഒരു ജീപ്പ്. അത്രയും വലുതല്ല, ഒരു മീഡിയം സൈസ് ജീപ്പ് വാവയ്ക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് താഴെയാണ് കേട്ടോ, നമ്മളതിൻ്റെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഒരു കുതിര കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു മാമൻ കൊടുത്താണ് കുതിര കിട്ടിയിട്ടുണ്ട്. അതും താഴെ കാണിച്ചു തരാം. പിന്നെ ഞാൻ
ഇവനിങ്ങനെ നടന്നിട്ട് തുടങ്ങിയിട്ടില്ല, പിടിച്ച് നടക്കുന്നുണ്ട്. 1 വയസ്സായി പിടിച്ച് നടക്കുന്നുണ്ട്, നടന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന സൈക്കിളിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ തള്ളിക്കൊണ്ട് പോകണം. ഇപ്പോൾ അതിനിരിക്കും, നമുക്ക് അതിനെ വേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ് ചെയ്യാം. അങ്ങനത്തെ ടൈപ്പ് സൈക്കിൾ മേടിച്ചിട്ടുണ്ട്. അത് 2 യൂസാണ് അതിനുള്ളത്. അതായത് നമുക്കത് അങ്ങനെ മൂവ് ചെയ്യാനും പറ്റും, അതിൻ്റെ ഒപ്പം തന്നെ അത് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ അങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന സാധനം ഊരി വെച്ചിട്ട് പിന്നെ സൈക്കിളായിട്ട് ചവിട്ടാനും പറ്റുന്ന ഒരു ടൈപ്പ് സൈക്കിളാണ്. ഞാൻ കാണിച്ചു തരാം, വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 26/5/2024 24 വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നത്തെ ദിവസം നോക്കിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൾ വരുന്നില്ല, ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമാണെന്ന്. അപ്പം നമ്മൾ നാളിലാണല്ലോ ഹിന്ദുക്ക് ഇതൊക്കെ നമ്മൾ എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്യണത്, നാളിന് പിറന്നാളിന് സദ്യ കഴിക്കുക അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ പിന്നെ നാൾ വരുന്നത് ആ മാസം തന്നെ ലാസ്റ്റ് എങ്ങാണ്ടാണ് വരുന്നത്. പക്ഷേങ്കിൽ ആ നക്ഷത്രം 2 തവണ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു 2ാമത്തെ നക്ഷത്രമാണ് എടുക്കുക, പിറന്നാളുകൾക്കൊക്കെ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ 2ാമത്തെ നക്ഷത്രം വരുന്നതോ അടുത്ത മാസം ജൂണിൽ, അതായത് ഈ മാസമാണ് ജൂണിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ബർത്ത്ഡേയുടെ അന്ന് കേക്ക് കട്ട് ചെയ്തു. അതായത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അന്ന് ആമക്കുഞ്ഞിനൊക്കെ മേടിച്ചു കൊടുത്ത അച്ഛൻ. അങ്ങനെ നമ്മൾ ആ ദിവസത്തിന് അങ്ങോട്ട് ഇതാക്കി. അത് കഴിഞ്ഞ് നമ്മൾ പിറന്നാൾ വരുന്നത് ഒരു ഫ്രൈഡേ ആയിരുന്നു, വെള്ളിയാഴ്ച ജൂണിൽ. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം സദ്യയൊക്കെ കഴിച്ചു. ഒരു അമ്പലത്തിൽ പോക്ക് സദ്യ കഴിക്കൽ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇവൻ്റെ 28ഉം 90 വലിയ കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഇവിടുത്തെ ഗ്രാൻഡ് മദർ മരിച്ചിട്ട് അതിൻ്റെ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1 ഇയർ ആകുമ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, ഫംഗ്ഷനായിട്ട് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് 1 വയസ്സായപ്പോൾ നമ്മളങ്ങനെ ഫംഗ്ഷൻ വെച്ചാണ്. അപ്പോൾ അത് ഫ്രൈഡേ ആയതുകൊണ്ട് ഫംഗ്ഷനായിട്ട് നമ്മൾ സൺഡേയിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞായറാഴ്ച ചെറിയൊരു കേക്ക് കട്ടിങ്, കുറച്ച് പേർക്കാരൊക്കെ വന്നു. അതിൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനും വീഡിയോ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫോട്ടോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയതിൽ നിന്നിട്ട് ചെറിയ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണിട്ട് ഞാൻ പറഞ്ഞ സൈക്കിൾ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബർത്ത്ഡേൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം കണ്ട് നമ്മൾ പോയി മേടിച്ചതാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളിക്കൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പിലുള്ള സൈക്കിളാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ തള്ളിക്കൊണ്ട് പോകുന്നത് മറ്റേ വട്ടനുള്ള സാധനങ്ങളൊക്കെ ഊരി വെച്ചിട്ട് സൈക്കിളായിട്ട് യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇതാണ് കുട്ടീനെ അച്ചാച്ചൻ മേടിച്ച് കൊടുത്ത BMW കാർ, റെഡ് കാർ. ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഗ്ലാസ് പോലത്തെ ടൈപ്പൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് വെച്ച് കഴിഞ്ഞാൽ വാവ അത് പിടിച്ച് വലിച്ച് പൊട്ടിക്കണ കാരണം കൊണ്ട് അതിൻ്റെ വയറൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് ഊരി വെച്ചേക്കാണ്. ഇത് ഇങ്ങനെ റോട്ടിൽ കൂടെ കാറ് പോകുന്ന പോലെ അല്ലെങ്കിൽ ജീപ്പ് പോകുന്ന പോലെയാണ് തന്നെ പോട്ടോ. പിന്നെ അടുത്തതാണ് ഇത് ഈ ഒരു ഗിഫ്റ്റും കൂടി. ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാമൻ കൊടുത്തതാണ്. ഇതിങ്ങനെ ഇങ്ങനെ പോവും, എന്താ പറയുക, ഉരുണ്ട് ഇങ്ങനെ പോവും. അത് കൂടാഞ്ഞിട്ട് ഈ ചക്കര എടുത്തിട്ട് മുകളിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുതിര പോലെ ഇങ്ങനെ ആടും, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കായിട്ട് ആടും. അപ്പോൾ അത് 2 യൂസ് ഉണ്ട്, ഇതിങ്ങനെ പോവാനും ഇങ്ങനെ ആടാനും പറ്റും. പിന്നെ ഇതിന് പാട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ പാട്ട് വയ്ക്കണ അതാണ് ആ റെഡ് ബട്ടൺ കണ്ടോ, അതിൽ പാട്ട് വയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതും വാവ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, അവന് ഇഷ്ടപ്പെട്ടിട്ട് കളിക്കുന്ന ഒരു കളിപ്പാട്ടാണിത്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊരാൾ എപ്പോഴും നിൽക്കണം ചെയ്യുമ്പോൾ സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു വീഴും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.